നിങ്ങൾക്കെങ്ങനെ ഒരു മികച്ച നേതാവും സ്വാധീനമുള്ള വ്യക്തിയുമായി മാറാം? കോർപ്പറേറ്റുകൾ അടക്കി ഭരിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഒരു മികച്ച നേതാവും സ്വാധീനമുള്ള വ്യക്തിയുമായി മാറുക എന്നത് കേവലം അധികാരത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവിൻ്റേതാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാറുണ്ടോ? എന്താ എനിക്ക് നേതാവാകാൻ കഴിയുമോ? എനിക്കൊരു സ്വാധീനമുള്ള വ്യക്തിയായി തീരാൻ കഴിയുമോ? വരൂ, നമുക്ക് ഡെയിൽ കാർണഗിൻ്റെ വിശ്വപ്രസിദ്ധമായ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട 9 നേതൃത്വ തത്വങ്ങളിലൂടെ അത് നേടിയെടുക്കാം. ഒന്നാമത്തെ നിയമം: ബിഗിൻ വിത്ത് പ്രൈസ് ആൻഡ് ഹോണസ്റ്റ് അപ്രീസിയേഷൻ. പ്രശംസയോടെയും സത്യസന്ധമായ അംഗീകാരത്തോടെയും തുടങ്ങുക. ഒരാളുടെ തെറ്റുകൾ തിരുത്തുന്നതിന് മുമ്പ് അവരുടെ നല്ല വശങ്ങളെ പ്രശംസിക്കുന്നത് അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കൂടുതൽ സ്വീകാര്യമാക്കാൻ സഹായിക്കും. നമ്മൾ ഒരാളെ പ്രശംസിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ പ്രതിരോധ മതിൽ ഇല്ലാതാകുന്നു. തുടർന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർ കൂടുതൽ സന്നദ്ധരാകുന്നു. പല്ല് പറിക്കുന്നതിന് മുമ്പ് ഡോക്ടർ നൽകുന്ന അനസ്തീഷ്യ പോലെയാണ് ഈ പ്രശംസ എന്ന് കാർണഗ് പറയുന്നു. വെറും മുഖസ്തുതിയല്ല, മറിച്ച് ആ വ്യക്തിയിലുള്ള യഥാർത്ഥ ഒരു നല്ല കാര്യത്തെയാണ് പ്രശംസിക്കേണ്ടത്. നിയമം 2: കോൾ അറ്റൻഷൻ ടു പീപ്പിൾസ് മിസ്റ്റേക്ക് ഇൻഡയറക്ട്ലി. മറ്റുള്ളവരുടെ തെറ്റുകൾ പരോക്ഷമായി മാത്രം ചൂണ്ടിക്കാണിക്കുക. ഒരാളുടെ തെറ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നേരിട്ട് പറയുന്നത് അവരിൽ നാണക്കേടും ദേഷ്യവും ഉണ്ടാക്കും. പരോക്ഷമായി അത് സൂചിപ്പിക്കുമ്പോൾ അവർക്ക് സ്വയം തിരുത്താനുള്ള മാന്യമായ ഒരു അവസരം ലഭിക്കുന്നു. നിയമം 3: ടോക്ക് അബൌട്ട് യുവർ ഓൺ മിസ്റ്റേക്ക് ബിഫോർ ക്രിട്ടിസൈസിങ് ദ അതർ പേഴ്സൺ. മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുമ്പ് സ്വന്തം തെറ്റുകളെക്കുറിച്ച് സംസാരിക്കുക. നമ്മളും പൂർണ്ണരല്ലെന്ന് അവർക്ക് തോന്നുമ്പോൾ നമ്മുടെ വിമർശനങ്ങൾ കേൾക്കാൻ അവർ കൂടുതൽ തയ്യാറാവും. ഞാൻ നിന്നേക്കാൾ മിടുക്കനാണ് എന്ന ഭാവത്തിന് പകരം ഞാനും നിന്നെപ്പോലെ തെറ്റുകൾ വരുത്തിയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന ആൾക്ക് ആശ്വാസം നൽകുന്നു. ഇത് കേൾവിക്കാരൻ്റെ പ്രതിരോധം കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പഴയ പരാജയങ്ങളെക്കുറിച്ചോ തെറ്റുകളെക്കുറിച്ചോ ആദ്യം സംസാരിക്കുമ്പോൾ പിന്നീട് നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ഒരു ഉപദേശമായോ ശകാരിക്കലായോ അവർക്ക് തോന്നില്ല, മറിച്ച് അതൊരു അനുഭവ പാഠമായി അവർ സ്വീകരിക്കും. നിയമം 4: ആസ്ക് ക്വസ്റ്റ്യൻ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ഡയറക്റ്റ് ഓർഡേഴ്സ്. നേരിട്ടുള്ള ഉത്തരവുകൾ നൽകുന്നതിന് പകരം ചോദ്യങ്ങൾ ചോദിക്കുക. നേതൃത്വ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുഭാഗത്തുള്ള വ്യക്തി ചിന്തിക്കാൻ നിർബന്ധിതനാകുന്നു. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ലൊരു ഐഡിയ അവരുടെ ഭാഗത്തു നിന്ന് വരാൻ ഇത് കാരണമാകും. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് നേരിട്ട് തിരുത്താൻ പറയുന്നതിനു പകരം അവരെ അപമാനിക്കാതെ തന്നെ കാര്യം ബോധ്യപ്പെടുത്താൻ ചോദ്യങ്ങൾ സഹായിക്കുന്നു. സ്വന്തം അഭിപ്രായം കൂടി പരിഗണിച്ച് എടുത്ത തീരുമാനമാണെങ്കിൽ അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ ആളുകൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കും. നിയമം 5: ലെറ്റ് ദ അതർ പേഴ്സൺ സേവ് ഫേസ്. മറ്റുള്ളവർക്ക് അഭിമാനം കാത്തുസൂക്ഷിക്കാൻ അവസരം നൽകുക. തെറ്റുകൾ സംഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ നാണം കെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് അവരിൽ വലിയ മാനസിക വിഷമവും പകയും ഉണ്ടാക്കും. ഇത് അവരുടെ ആത്മവിശ്വാസം തകർക്കും. ഒരാൾക്ക് തെറ്റ് പറ്റിയെന്ന് ഉറപ്പാണെങ്കിൽ പോലും അത് അവർക്ക് സ്വയം തിരുത്താനോ ന്യായീകരിക്കാനോ ഉള്ള ഒരു പഴുത് ബാക്കി വയ്ക്കുക. ഇത് അവരുടെ അന്തസ്സ് നിലനിർത്താൻ സഹായിക്കും. നാം എത്ര ശരിയാണെങ്കിലും മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുന്നത് കൊണ്ട് നമുക്ക് ഒന്നും ലഭിക്കാനില്ല. അവരെ ബഹുമാനത്തോടെ കാണുമ്പോൾ അവർക്ക് നമ്മളോട് കൂടുതൽ ആദരവ് തോന്നും. നിയമം 6: ബി ഹേർട്ടി ഇൻ യുവർ അപ്രബേഷൻ ആൻഡ് ലാവിഷ് ഇൻ യുവർ പ്രൈസ്. ഒരാളുടെ കഴിവുകളെയും അധ്വാനത്തെയും ഹൃദയപൂർവ്വം അംഗീകരിക്കുകയും പ്രശംസിക്കുന്നതിൽ ഒട്ടും പിശക് കാണിക്കാതിരിക്കുകയും ചെയ്യുക. മറ്റുള്ളവർ ചെയ്ത നല്ല കാര്യങ്ങളെ ഹൃദയത്തിൽ തട്ടി അഭിനന്ദിക്കുമ്പോൾ അത് അവർക്ക് വലിയ പ്രചോദനമാകും. ചെറിയ കാര്യങ്ങളിൽ പോലും ആളുകൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ആളുകളെ വിമർശിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അവരെ പ്രശംസയിലൂടെ മാറ്റിയെടുക്കാം. പ്രശംസ ലഭിക്കുമ്പോൾ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ അവർക്ക് ആവേശം ലഭിക്കും. നിയമം 7: ഗീവ് ദ അതർ പേഴ്സൺ എ ഫൈൻ റെപ്യൂട്ടേഷൻ ടു ലീവ് അപ്പ് ടു. മറ്റൊരാൾക്ക് ജീവിച്ചു കാണിക്കാൻ തക്കവണ്ണം ഒരു നല്ല പേര് നൽകുക. ഒരാൾക്ക് നിലവിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ കുറവുള്ളതോ ആയ ഒരു നല്ല ഗുണം അവർക്കുണ്ടെന്ന് പരസ്യമായി അംഗീകരിക്കുക. ഉദാഹരണത്തിന്, ജോലിയിൽ ശ്രദ്ധയില്ലാത്ത ഒരാളോട് നിങ്ങളുടെ കാര്യക്ഷമതയിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് ആ വിശ്വാസം നിലനിർത്താൻ കൂടുതൽ നന്നായി ജോലി ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. ഒരാൾക്ക്
ഒരു നല്ല പേര് മുൻകൂട്ടി നൽകുന്നതിലൂടെ ആ നിലവാരത്തിലേക്ക് ഉയരാൻ അവർ ആത്മാർത്ഥമായി ശ്രമിക്കും. നിയമം 8. യൂസ് എൻകറേജ്മെൻറ്റ് ആൻഡ് മേക്ക് ദ ഫോൾട്ട് സീം ഈസി ടു കറക്റ്റ്. പ്രോത്സാഹനവും തെറ്റുതിരുത്തൽ വളരെ എളുപ്പമാണെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുക. ആത്മവിശ്വാസം നൽകുക. ഇതൊരു വലിയ തെറ്റാണ് എന്ന് പറയുന്നതിനു പകരം ഇതൊരു ചെറിയ കാര്യമാണ്, നിനക്ക് ഇത് പെട്ടെന്ന് ശരിയാക്കാൻ കഴിയും എന്ന് പറയുക. ഇത് അവർക്ക് ആ തെറ്റ് തിരുത്താനുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നു. അവർക്ക് ആ കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഓർമ്മിപ്പിക്കുക. നിന്റെ കഴിവിനനുസരിച്ച് ഇത് വളരെ ലളിതമായ ഒന്നാണ് എന്ന് പറയുന്നത് അവരെ കൂടുതൽ ഉത്സാഹഭരിതരാക്കും. ആ തെറ്റ് തിരുത്തുന്നത് സന്തോഷകരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ ശ്രമിക്കുക. നിയമം 9. മേക്ക് ദ അതർ പേഴ്സൺ ഫീൽ ഹാപ്പി അബൌട്ട് ഡൂയിങ് വാട്ട് യു സജസ്റ്റ്. നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. ലളിതമായി പറഞ്ഞാൽ, ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ അവരെ നിർബന്ധിക്കുന്നതിന് പകരം അത് ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്നതിൽ അവർക്ക് ഒരു പ്രത്യേക ലാഭമോ സന്തോഷമോ അല്ലെങ്കിൽ അംഗീകാരമോ ഉണ്ടെന്ന് തോന്നുമ്പോൾ അവർ അത് പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കും. ജോലി ഏൽപ്പിക്കുമ്പോൾ അവർക്ക് എന്ത് ഗുണം ലഭിക്കുമെന്ന് പറയുക. അവരുടെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് ആ ജോലി ഏൽപ്പിക്കുക. അവരുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകുക. ഡെയിൽ കാർണഗിൻ്റെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിലെ 9 പ്രധാന തത്വങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഈ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തി ഒരു മികച്ച നേതാവാകൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.